പൈസ കാണാതായപ്പോ അത് പറഞ്ഞിട്ട് തല്ലിയില്ല. അപ്പൊ ഭർത്താവിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു അത് അവളെ എടുത്തിട്ടുണ്ടാവുള്ളൂ, അവളെ അമ്മയുടെ കയ്യിൽ കൊടുത്തു വിട്ടുണ്ടാവും. ഇത് കേട്ടവഴിക്ക് എനിക്ക് ദേഷ്യം വന്നു. കാരണം എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിമാരും ഒരിക്കൽ പോലും എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിച്ചിട്ടില്ല. ഞാൻ നല്ല പൈസയായിട്ട് തൃശ്ശൂരിൽ നിൽക്കുമ്പോൾ ഇപ്പം ഈ 99ൻ്റെ കാലശേഷമായിട്ട് നല്ല പൈസയായിട്ട് നിൽക്കുമ്പോഴും അവർ പൈസ വയ്ക്കാൻ വന്നിട്ടില്ല. കൊടുത്താൽ വാങ്ങിക്കൂല. അവർ ഞങ്ങൾ കുടുംബത്തോടെ വാങ്ങിക്കൂല. അതുകൊണ്ട് ഇവരിത് പറഞ്ഞപ്പോൾ അടുത്തൊഴിക്ക് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയാൻ പോയി. ഇപ്പോൾ ഇയാളൊരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ആൻ്റണി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പണി നോക്കിപ്പോയി. ഇവരൊന്നും മനുഷ്യരല്ല, അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു തീർന്നില്ല. അയാൾ വന്നിട്ട് ഇത് ഇങ്ങനെ കൈ ചുറ്റി പിടിച്ച ഒറ്റ കുത്താണ്. ഈ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ കീഴോട്ട് തൂങ്ങുന്ന അളവൊക്കെ. ഇവരെ 4-5 അടിയൊക്കെ അടിച്ചു. അപ്പൊ ഞാൻ പണ്ട് പറഞ്ഞില്ലേ പോലീസുകാർ തല്ലിയപ്പോ ഞാൻ കാല് വലിക്കാതിരുന്നതൊക്കെ ഈ അനുഭവം വെച്ചിട്ട് അയാൾ അടിച്ചു. ഞാൻ മിണ്ടാതെ നിന്നു. ഇയാൾക്ക് ദേഷ്യം. അയ്യോ തല്ലല്ല ചേട്ടാന്നൊക്കെ പറയണ്ടേ. പണ്ടേ ശീലം ഉണ്ടല്ലേ.